പോലീസുകാരനായ വിനോദ് മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദനുൾപ്പെടെ 56 പ്രതികളെ കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതി അശോകൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇയാൾ മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദനുൾപ്പെടെ 4 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചു. പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ വിനോദിന്റെ കുടുംബം രംഗത്ത് വന്നു. 2003 വയനാട് മുത്തങ്ങയിൽ ആദിവാസികൾ കയ്യേറിയ വനഭൂമി ഒഴിപ്പിക്കാൻ എ.കെ. ആന്റണി സർക്കാർ നടത്തിയ പോലീസ് നടപടിയാണ് മുത്തങ്ങ വെടിവെപ്പിലും കൊലപാതകങ്ങളിലും കലാശിച്ചത്. കൊല്ലപ്പെട്ട ജോഗിക്കും വിനോദിനും നീതി കിട്ടിയില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ടി.എം. റഷീദ് പറഞ്ഞു. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം CBI അന്വേഷണം നടന്നിട്ട് പോലും ഒരു ഷെഡിനുള്ളിൽ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഒരേ സമയത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും 100 കണക്കിന് പോലീസുകാരുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും IPS ഉദ്യോഗസ്ഥൻ്റെയും മറ്റ് നിരവധി ആളുകളുടെയും മുന്നിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കേസിൽ CBIക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ജോഗി കൊല്ലപ്പെട്ടത് പോലീസ് നടപടിക്കിടെ ബോധപൂർവം ഉണ്ടായതല്ല എന്നുള്ള കണ്ടെത്തൽ കോടതി നേരത്തെ അംഗീകരിച്ചതാണെന്ന് പ്രോസിക്യൂട്ടർ ബോബി ജോസഫ്. തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പല സാക്ഷികളും ഇപ്പോൾ തന്നെ രണ്ടാം പ്രതിക്കെതിരെ കൊലക്കേസ് കണ്ടെത്തിയെങ്കിലും ശിക്ഷിക്കാനായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പല സാക്ഷികളും സ്ഥലത്തില്ലാതാവുകയും മരണപ്പെടുകയും അല്ലെങ്കിൽ രോഗാവസ്ഥയിലാകുകയും അതുപോലെ പ്രതികളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി പ്രോസിക്യൂഷൻ്റെ സ്റ്റെപ്പ് എന്താണ്? ഇനി ജഡ്ജ്മെൻറ്റ് കാണണം. അതിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യബിൾ ആണ് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യും, കോടതിയിൽ പോകും. ഇത്രയാണ്. കേസിന്റെ നടത്തിപ്പിൽ കുടുംബം തൃപ്തരല്ല എന്ന് മുത്തങ്ങയിൽ കൊല്ലപ്പെട്ട വിനോദിന്റെ സഹോദരൻ ബാബു പറഞ്ഞു. അർഹതപ്പെട്ട കാര്യങ്ങൾ ഒന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിൻ്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മാഹൂതിയാണെന്നും ബാബു. ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. ആ സമയം എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ജയരാജ് ബത്തേരി കൂടുതൽ വിവരങ്ങൾ നൽകും. ജയരാജ്, അങ്ങനെ ആ കേസിൽ അതായത് വിനോദിനെ സമരത്തിനിടെ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. അപ്പോൾ കുടുംബം സൂചിപ്പിച്ച പോലെ 23 വർഷത്തോളം കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനൊടുവിൽ കോടതി വിധി വരുന്നു, അവരെ വെറുതെ വിടുന്നു. രണ്ടാം പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി, പക്ഷേ ശിക്ഷ വിധിച്ചില്ല മരണപ്പെട്ടതിനാൽ. എന്താണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യങ്ങൾ? കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച മുത്തങ്ങ സമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ 23 വർഷത്തിന് ശേഷമാണ് ഇന്ന് വിധി പറഞ്ഞത്. കൊലപാതക കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതിനെ തുടർന്ന് ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ ഉൾപ്പെടെ ഏതാണ്ട് 35 പ്രതികളെ വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. എന്നാൽ മറ്റു വകുപ്പുകളിലായി 22 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജഡ്ജി E. അയ്യൂബ് ഖാൻ പ്രസ്താവനയിൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും കേസിൽ കൊലപാതകം നടത്തിയെന്ന് ആരോപിച്ച മറ്റൊരു വ്യക്തി ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിധി പറഞ്ഞിട്ടില്ല. പോലീസിനെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിതമായി ഗൂഢാലോചന നടത്തി ആയുധങ്ങളുമായി സംഘം ചേർന്നു എന്നതായിരുന്നു CBI ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ ഈ കുറ്റങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാം പ്രതിയായ M. ഗീതാനന്ദനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വധശ്രമം, കൊലപാതകം, വനഭൂമി കയ്യേറൽ, കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്.
എന്നാൽ അബ്ദുൽ സലാം എന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ച മറ്റൊരു കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 5 വർഷം ആണ് അവർക്ക് ശിക്ഷ. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് 2003 ഫെബ്രുവരി 19-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് CK ജാനു, M ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ കീഴിൽ വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽക്കെട്ടി അവകാശ സമരം തുടങ്ങിയത്. വനം കയ്യേറിയുള്ള ഈ സമരത്തെ തുടർന്ന് ആദിവാസികളെ ഒഴിപ്പിക്കാൻ പോലീസ് വലിയ സന്നാഹങ്ങളോടെ എത്തുകയും ശ്രമം വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പോലീസ് നടപടിക്കുണ്ടായ ഏറ്റുമുട്ടലിലാണ് കണ്ണൂർ ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ പ്രതികൾ വിനോദിനെ ബന്ദിയാക്കുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. എന്തായാലും ചോര വാർന്നാണ് വിനോദിന് ജീവൻ നഷ്ടമായതെന്നാണ് അറിയുന്നത്. ജയരാജ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ സലാമിനെയും വനപാലകരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ടല്ലോ. അതിൽ 5 വർഷം കഠിന തടവ്, 10,000 രൂപ പിഴ. അതെങ്ങനെയാണ് അനുഭവിക്കേണ്ടത്? അത് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമോ ഗീതാനന്ദനുൾപ്പെടെ? തീർച്ചയായും പൊതുവെ 19 വർഷം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൊണ്ട് തന്നെ 5 വർഷത്തേക്കാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അതായത് 10,000 രൂപ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യം അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ പിഴ ഇല്ല. 5 വർഷത്തേക്ക് കഠിന തടവാണ്. ഗീതാനന്ദൻ, അതേപോലെ തന്നെ ബിനു, രമേശൻ, അനിൽകുമാർ എന്നീ 4 പേർക്കെതിരെയാണ് തടവ്. പക്ഷേ 250ഓളം പേജുള്ള വിധി പ്രസ്താവമാണ്. ഇപ്പോഴും അവര് കോടതിയിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അതിന്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ശിക്ഷ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ നമുക്ക് അല്പം കൂടി കഴിഞ്ഞാലേ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ. റൈറ്റ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.